സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അല്ല, അങ്ങനെയല്ല. ഇവിടുന്ന് എപ്പോഴും തല്ലാറുള്ളത്, വഴക്ക് പറയാറുള്ളത്. താഴെയല്ലേ എല്ലാവരും ഉള്ളത്, അപ്പൊ ഒന്നും ചെയ്യില്ല. ആരാ ഇവിടെ ഒന്ന് വഴക്ക് പറയാ? ആരും രാജുവിനെ അടിക്കാറുള്ളത്? അവന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ നിന്നു. പേടി കൊണ്ട് അവന്റെ മുഖം മാറുന്നുണ്ടായിരുന്നു, ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. നന്ദാജുവിന്റെ കൈ പിടിച്ച് ബെഡിലിരുത്തി. ശേഷം അവൾ അവന്റെ മുന്നിൽ വന്നു നിന്ന് അവന്റെ രണ്ട് കൈകളും അവളുടെ കയ്യിൽ പിടിച്ചു. പറ, ആരും രാജുവിനെ വേദനിപ്പിക്കാറുള്ളത്? വല്യമ്മ, ചെറിയമ്മ, പിന്നെ മറ്റാരൊക്കെ വഴക്കും പറയും. ആര്? ഈ മറ്റവരെന്ന് പറയുമ്പോൾ അവർക്ക് പേരില്ലേ? അത് പറ. പേരൊന്നും അറിയില്ല. അവരൊക്കെ വല്യമ്മയും ചെറിയമ്മയും അമ്മയെന്നാ വിളിക്കുക. എന്തോ ആലോചിച്ച ശേഷം അജു പതിയെ പറഞ്ഞു. നന്ദൊന്നും മിണ്ടിയില്ല, തല കുലുക്കി. അപ്പൊ അമ്മമാരുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്കും. ശരിയാക്കാം. കുറെ ഉണ്ടല്ലോ ഈശ്വര, ഇതൊക്കെ എവിടുന്ന് തുടങ്ങും? അതാ ഒരു ടെൻഷൻ. എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നന്ദ ഒന്നും മിണ്ടാതെ ആലോചിച്ച് നിൽക്കുന്നവളുടെ കയ്യിൽ അവനൊന്ന് കുലുക്കി വിളിച്ചു. നന്ദ തലയെന്ന് കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. ഇനി മുതൽ എൻ്റെ അജു ആരെയും പേടിക്കണ്ടോ. ഞാനില്ലേ, ഇത് നമ്മുടെ സ്വർഗാണ്. ഇവിടെ വന്ന് ആരും എൻ്റെ അജുവിനെ ഒന്നും ചെയ്യില്ല. നന്ദിയാണ് പറയണത്, എന്നെ വിശ്വാസമല്ലേ? അവൻ്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ട് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അജു നിറച്ചിരിയോടെ തലകുലുക്കി. അവൻക്ക് വിശ്വാസമാണ്. നന്ദേന്ന് അവൻ്റെ ഭാര്യയെ അവൻക്ക് പൂർണ്ണ വിശ്വാസമാണ്. നന്ദുവും അജുവും കൂടി അവരുടെ സ്വർഗത്തിൽ സമയം ചിലവഴിച്ചു. കളിച്ചും ചിരിച്ചും സംസാരിച്ചും നന്ദുവും അജുവിൻ്റെ ഒപ്പം കൂടി. അജുവിന് ഇതൊക്കെ ആര് വാങ്ങി തന്നതാ? നിലത്ത് പരന്ന് കിടക്കുന്ന ടോയ്സുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജുവും അതിലേക്ക് നോക്കി. ശേഷം ഓരോന്ന് കയ്യിലെടുത്ത് അതാര് വാങ്ങി തന്നതാന്ന് പറഞ്ഞു തുടങ്ങി. ഇത് മുത്തശ്ശൻ, ഇത് അച്ഛൻ, ഇതും അച്ഛൻ, ഇതും അച്ഛൻ, ഇത് ജീത്തു, ഇതും ജീത്തു. ആ മതി സമ്മതിച്ചു. കുറേയുണ്ട്. പറഞ്ഞു തുടങ്ങി ഇന്നൊന്നും തീരില്ലെന്ന് കണക്കാക്കിയാണ് നന്ദു വേഗം ഇടയിൽ കയറിയത്. അതോടെ അജു പറയാൻ വന്നത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അജു ഓരോന്നോണ്ടും കളിച്ചിരിക്കുന്നത് അവൾ നോക്കി. പാവം, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് കളിക്കുവോ? കുളിച്ച് റെഡിയായി ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോവില്ലേ? മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളെ ഈശ്വര വേഗം മാറ്റി കൊടുക്കുന്നേ. നിലത്തിരുന്ന അജുവിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവൾ ദൈവത്തോട് പറഞ്ഞു. പെട്ടെന്നാണ് വാതിൽകളിൽ നിന്നും സേതമ്മയുടെ ശബ്ദം കേട്ടത്. വേഗം നിലത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്ന് വാതിൽ തുറന്നു. മോളെ, എന്നാ നമുക്ക് ഇപ്പൊ പോയാലോ? ഉച്ചക്ക് മുമ്പ് പോയി വരാലോ? ശരി, സേതുവും പോയി റെഡി ആയിക്കോളൂ, ഇപ്പൊ തന്നെ പോകാം. നന്ദു പറഞ്ഞതും അവർ തിരികെ നടന്നു. നന്ദു റൂമിലേക്ക് കയറി. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഓടി. സേതുമ്മേ, സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് താഴേക്ക് വിളിച്ചതും സേതുമ്മ തിരിഞ്ഞു നോക്കി. അജുവേട്ടനെ കൊണ്ടുപോയാലോ? അതൊന്നും വേണ്ട, അവനെ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് അവന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാറ്റും വെയിലും കടിച്ച് വേണം വേറെ വല്ല അസുഖവും വരാൻ. നന്ദുവിന്റെ ചോദ്യത്തിന് സേതു മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും പാർവതി പറഞ്ഞു. നന്ദു ഒന്നും മിണ്ടാതെ റൂമിലേക്ക് നടന്നു. സേതു സങ്കടത്തോടെ നന്ദുവിന്റെ പോക്ക് നോക്കി മുന്നോട്ട് നടന്നു. നന്ദു റൂമിലേക്ക് കയറി ഡോറടച്ച് ഒരു കാറ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അജുവിന്റെ അടുത്തേക്ക് നടന്നു. അജു. നന്ദു കുളിച്ചതും അവൻ മുഖം പോയിട്ട് നന്ദുവിനെ നോക്കി. ഞാനും സേതമ്മയും കൂടെ ഒരാവശ്യത്തിന് പുറത്തു പോകാണ്. അജു ഉണ്ടോ? ഇങ്ങനെ ചോദിച്ച ആരെങ്കിലും ഇല്ലെന്ന് പറയൂ. അവനുണ്ടെന്ന് തലകുലുക്കി. എന്നാ ഡ്രസ്സ് മാറ്റ്, നമുക്ക് പോകാം. അവൻ തലകുലുക്കിയതും അവൾ വേറൊന്നും ആലോചിക്കാതെ അവനോട് പറഞ്ഞു. അലമാര തുറന്ന് അവൻക്ക് ഇടാൻ വേണ്ടതെല്ലാം ബെഡിൽ വെച്ച് കൊടുത്തു. ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൾ എടുത്തത്. കുറെ കാലമായി അത് ഇട്ടിട്ടെന്ന് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അതെല്ലാം നല്ലതുപോലെ അയൺ ചെയ്ത് വൃത്തിയാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് അജുവിനെ നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി ബെഡിലിരിക്കുവാണ്. ഇനി കുളിക്കൊന്നും വേണ്ടല്ലോ, ഇത് മാറ്റിയാ പോരെ? അവൻ തലകുലുക്കി. അവൻ ഇട്ടിരിക്കുന്നത് അടിച്ചു. അജു കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. ഒന്നും മിണ്ടുന്നില്ല. നന്ദു ആ വെള്ള ഷർട്ട് അവൻക്ക് ഇട്ടുകൊടുത്തു. ബട്ടൺസൊക്കെ നന്നായി ഇട്ടുകൊടുത്തു. ഇനി പാൻറ്റിലിട്ട് വായോ, അപ്പോഴേക്കും ഞാൻ റെഡി ആവട്ടെ. പാൻറ് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അവൻ പോയതും നന്ദു മുടി നല്ല ഭംഗിയിൽ കെട്ടി. വേറൊന്നും ആ റൂമിൽ അവൾക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് നന്ദു അങ്ങോട്ടേക്ക് നോക്കി. വെള്ള ഷർട്ടും നീല ജീൻസും ഇട്ട് ഇറങ്ങി വരുന്നവനെ കണ്ട് അവൾ വാ പൊളിച്ചു. കണ്ണുകൾ വെട്ടിത്തിളങ്ങി. നീളത്തിലുള്ളവന്റെ വെട്ടി ഒതുക്കാത്ത മുടിയും താടിയും. ഓ ഈശ്വര, എന്റെ ചെക്ക, നീ എന്നെ കൊല്ലോ? നെഞ്ചത്ത് കൈവച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ആദ്രമായി ചോദിക്കുമ്പോൾ അജു സങ്കടത്തോടെ തലയാട്ടി. പാവം, കൊല്ലുമെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ പേടിക്കില്ലേ? അവന് നിഷ്കളങ്കമായ തലയാട്ടിൽ കണ്ടതും നന്ദു ചിരിച്ചു.
ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാലോ? അവൻ്റെ അടുത്തേക്ക് വന്നൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ ആജു തലകുലുക്കി. ഒരു പ്രത്യേക തരത്തിലുള്ള അവളുടെ നീട്ടിയുള്ള കുറുകിയുള്ള വാക്കുകൾ കേൾക്കാൻ തന്നെ വല്ലാത്ത രസമാണ്. അവൻ്റെ അനുവാദം കിട്ടിയതും കാലൊന്ന് നിലത്ത് നിന്ന് കുത്തി ഉയർത്തി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് താടി അവൻ്റെ ഷോൾഡറിൽ വെച്ച് അവനെ പിടിച്ചൊന്ന് കുലുക്കി. അജയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. ഓ, ഇത്ര സുന്ദരനായി മുന്നിൽ വന്ന് നിന്ന ഭർത്താവിനൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മോശല്ലേ? അതാ അവനിൽ നിന്നും അകന്ന് മാറിയൊരു ചിരിയോടെ അവൾ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവനൊന്ന് തലയാട്ടി. അതുകൂടെ കണ്ടതും അവൾക്ക് ഒന്നുകൂടെ കെട്ടിപ്പിടിക്കാൻ തോന്നി. എൻ്റെ ചെക്ക, ഞാനൊരു ഉമ്മ തരട്ടെ? അല്ലെങ്കിൽ വേണ്ട, വന്നേ. നീ ക്യൂട്ട്നെസ് കളിച്ചാലേ നിന്റെ ശരീരത്തിന് അത് നല്ലതിനാവില്ല. വന്നേ. അത് പറഞ്ഞുകൊണ്ട് അവൾ അജുവിൻ്റെ കയ്യും പിടിച്ച് താഴേക്ക് നടന്നു. അജയ് അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചു. നന്ദു തല ചരിച്ച് നോക്കിയതും ആ ചുണ്ടിലൊരു ചിരിയുണ്ട്. നേരത്തെ മാറ്റി വെച്ച ഉമ്മ ഞാൻ കൊടുത്തു പോകുമോ ഈശ്വര, കുറച്ച് കൺട്രോൾ താ. ആ ചിരിയിലേക്ക് നോക്കി അവളൊന്ന് ആത്മഗതിച്ചു. അജു ഉണ്ടോ? സേതമ്മയുടെ ശബ്ദം കേടുന്ന നന്ദ അവനിൽ നിന്നും അകന്നു മാറി. ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒരേ വാശി. ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞ് ആകെ ബഹളം. പിന്നെ അവിടെ നിർത്താൻ പറ്റുമോ? അപ്പം പിന്നെ ഞാൻ പോന്നോട്ടെ എന്ന് കരുതി. പാവം. നന്ദു പറയുമ്പോൾ അതിപ്പോൾ ആരാന്ന് ഭാവത്തിൽ നിൽക്കുവായിരുന്നു അജു. ഭാവം. ഒന്നും അറിയാതെ ചെക്കൻ്റെ മീതെ അവളെല്ലാം ചാരി വെച്ച് കൊടുത്തു. ദുഷ്ട. സേതമ്മ ഒന്നും മിണ്ടാതെ അജുവിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കവിളിലൊന്ന് തലോടി. ഇങ്ങനെ ജീൻസ് ഷർട്ടൊക്കെ ഇട്ട് കണ്ടിട്ട് കുറേ കാലായി. സേതമ്മ പൊട്ടി വന്ന കരച്ചിലടക്കാൻ പാടുപെട്ടു. സേതമ്മേ. നന്ദ അവരുടെ ഷോൾഡറിൽ കൈവച്ചു. സേതമ്മ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. സന്തോഷം കൊണ്ടാ മോളെ, എൻ്റെ കുഞ്ഞിനെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടാ. വയ്യാതായ പിന്നെ ഇങ്ങനൊരു ഡ്രസ്സൊന്നും അവൻ ഇടില്ല, ആരിട്ട് കൊടുക്കുകയില്ല. പുറത്ത് പോകുന്നുണ്ടെങ്കിലല്ലേ ഇടേണ്ടതുള്ളൂ. സേതമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നന്ദ അവരെ തന്നെ നോക്കി. മോൾക്ക് അറിയോ, വീട്ടിൽ ഒരു നേരം അടങ്ങി നിൽക്കാത്തവനായിരുന്നു. എപ്പോഴും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തു പോകും. അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞിപ്പോൾ പുറത്ത് തന്നെ പോകാറില്ല. ഈ വീടും അവൻ്റെ റൂമും അതായപ്പോൾ അവൻ്റെ ജീവിതം. ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, ഇപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വരും. അതോടെ അതും നിന്നു. അല്ലടാ കണ്ണ. കരഞ്ഞുകൊണ്ട് അജുവിൻ്റെ കവളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു സേതമ്മ. നന്ദപ്പോഴും ഒരു ചിരിയോടെ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? നന്ദ ചോദിച്ചതും അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തലകുലുക്കി. സേതമ്മ മുന്നിൽ നടന്നതും നന്ദ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ അവനക്ക് നേരെ കൈ നീട്ടിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഒപ്പം നടക്കണം കേട്ടോ, കൈ വിട്ട് പോകരുത്, കേട്ടല്ലോ? അവൾ പറയുമ്പോൾ അവൻ തലകുലുക്കി. രണ്ടുപേരും മുന്നോട്ട് നടന്നു. നന്ദിത. കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ദേഷ്യത്തോടെയുള്ള രാവണിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അജുവിനെ അവൾ കാറിൽ കയറ്റി. പിന്നെ ഡോറടച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. രാവണിയും പത്മാവതിയും പാർവതിയും. നന്ദൊന്ന് ചിരിച്ചു. എന്താ മുത്തശ്ശി? ദേഷ്യമോ ഗൗരവമോ ഒന്നുമില്ലാതെ നല്ല വിനയത്തോടെയാണ് അവൾ ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ടാ അർജുന പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അവനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ? അതിന്? അവളുടെ ആ ചുണ്ട് കോട്ടിയുള്ള ചോദ്യത്തിന് മൂന്ന് പേരും പരസ്പരം നോക്കി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവനെയും കൊണ്ട് പുറത്തൊന്നും പോകരുതെന്ന്. അവൻ്റെ അസുഖം കൂടാൻ അതൊരു കാരണമാകും. ഒരുപാട് ആളുകളെ കണ്ടാ അവൻ വയലൻ്റ് ആകും. പിന്നെ നമ്മൾ വിചാരിച്ചിടത്തൊന്നും അവൻ നിൽക്കില്ല. പാർവതി കാര്യമായി പറയുമ്പോൾ നന്ദു കാറിനടുത്ത് നിന്നും അവർക്ക് അടുത്തേക്ക് വന്നു. ഈ പറഞ്ഞ ഡോക്ടറിനെ എനിക്കൊന്ന് കാണിച്ചു തരണം, പലതും ചോദിക്കാനുണ്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദു തിരിഞ്ഞു നടന്ന് കാറിൽ കയറി. ആ കാറ് പോകുന്നു നോക്കി അവർ മൂന്ന് പേരും പരസ്പരം നോക്കി. ഇവള് നമുക്കൊരു വെല്ലുവിളിയാണ്, ഒതുക്കിയില്ലെങ്കിൽ പലതും കയ്യിൽ നിന്ന് പോകും. പത്മാവതി എന്തോ ആലോചനയിൽ പറയുമ്പോൾ അത് ശരിവെക്കും പോലെ മറ്റുള്ളവർ തലകുലുക്കി. സേതുമ്മയും നന്ദുവും അജുവും നേരെ പോയത് അവരുടെ തന്നെ ഷോപ്പിലേക്കാണ്. ആ വീട്ടിൽ അവൾക്ക് ഒരു പൊട്ടുപോലും ഇല്ലെന്ന് അറിയാവുന്നത് കൊണ്ട് സേതുമ്മ തന്നെ എല്ലാം വാങ്ങിപ്പിച്ചു. ടോപ്പും പാൻറ്റും ചുരിദാറും സാരിയും സെറ്റ് സാരിയും അതിലേക്ക് വേണ്ട ബാക്കി വസ്ത്രങ്ങളും അങ്ങനെ എല്ലാം വാങ്ങി. എല്ലാം വാങ്ങുമ്പോഴും നന്ദു അജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞതും അജു ആ കൈകൾ വിട്ട് നന്ദുവിൻ്റെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നടത്തി. നന്ദുവിൻ്റെ ഉള്ളിലൊരു ചിരി വിടർന്നു. എൻ്റെ ചെക്ക, നിനക്ക് സുഖമില്ലെന്ന് ആരാ പറഞ്ഞേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ അവൾ ചോദിക്കുമ്പോൾ അജു ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനക്കും കുറച്ച് ഡ്രസ്സ് എടുത്ത ശേഷം അവരവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചെരുപ്പും മാലയും വളയും പൊട്ടും കൺമഷിയും സിന്ദൂരച്ചെപ്പും അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു. വിവാഹം കഴിഞ്ഞൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ എന്തെല്ലാം നമ്മൾ അവൾക്കായി ഒരുക്കി വെക്കുമോ അതെല്ലാം വാങ്ങിയിട്ടാണ് അവരൊന്നും മടങ്ങിയത്. അപ്പോഴേക്കും ഉച്ചയായിരുന്നു. ഒരു ഹോട്ടലിൽ കയറി ഊണും കഴിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അറിയാത്ത ആൾക്കാർ സ്ഥലവുമായതുകൊണ്ട് തന്നെ അജു കാര്യമായൊന്നും കഴിച്ചില്ല. നന്ദു വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ സമ്മതിച്ചില്ല. പിന്നെ നിർബന്ധിക്കാനും പോയില്ല.
അവിടുന്ന് നേരെ പോയത് ബാങ്കിലേക്കാണ്. കാര്യം പറഞ്ഞ് എല്ലാവർക്കും ഓരോ ലഡുവും കൊടുത്ത് ലീവ് പറഞ്ഞു പോന്നു. അപ്പോഴും അവളുടെ ഷോട്ടിൽ പിടിച്ച് ചേർത്ത് നിർത്തി അജുവും ഒപ്പമുണ്ടായിരുന്നു. ചുറ്റും അറിയാത്ത ആളുകളായതുകൊണ്ട് തന്നെ ചെക്കൻ ഇത്തിരി ഗൗരവത്തിലായിരുന്നു. നല്ല ജോഡിയല്ലേ, വലിയ ദേഷ്യക്കാരനാണ് തോന്നുന്നു. ഹൈ, നന്ദുവാണോ ദേഷ്യത്തിൽ മോശം? അവരാ ബാങ്കിൽ നിന്നും ഇറങ്ങിയതും ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയൊക്കെ ആയില്ലേ സേതമ്മേ, വിരോധമില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് പോകാൻ. മുന്നിലെ സീറ്റിലിരിക്കുന്ന സേതമ്മയെ നോക്കി നന്ദു പറയുമ്പോൾ അവരൊന്നും മനസ്സിൽ ചിരിച്ചു. അതിനെന്താ മോളെ, നമുക്ക് പോകാം. സേതമ്മ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് നോക്കിയത് അവളെ തന്നെ കണ്ണിൽ വെട്ടാതെ നോക്കിയിരിക്കുന്ന അജുവിൻ്റെ മുഖത്തേക്കാണ്. എന്താ? നന്ദൊരു ചിരിയോടെ പതുക്കെ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ അവളിൽ നിന്നും നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. നന്ദൊരു ചിരിയോടെ അവനോട് ചേർന്നിരുന്നു. ആ കൈകൾ അവളുടെ ഷോളിലൂടെ അവളെ ചേർത്ത് പിടിക്കുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ നോട്ടം അപ്പോഴും പുറത്തേക്കായിരുന്നു. അമ്മ! കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് ഓടിക്കയറുമ്പോൾ വലിയ വായിൽ വിളിച്ചു. സേതമ്മ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം തന്നെ അജു ഇറങ്ങി. അവൻ അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. കുറച്ചു മുമ്പൊന്ന് മിസൈൽ വിട്ട പോലെ പോയിരുന്നാണല്ലോ, കാണാനില്ല. ആരാ? ശബ്ദം കേട്ടതും സേതുമ്മയും അജുവും ഒരുപോലെ സൈഡിലേക്ക് നോക്കി. അടിപൊളി. അകത്തേക്ക് ഓടിക്കയറിയത് ആരെ കാണാനാണോ? ആ ആളിതാ നിൽക്കുന്നു. അജുവിനെ കണ്ടതും അവർക്ക് ആളെ മനസ്സിലായി. അയ്യോ, വരൂ, അകത്തേക്ക് ഇരിക്കാം, വരൂ. കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് അവിടെ വെച്ചുകൊണ്ട് അവർ വേഗം അകത്തേക്ക് കയറി. അപ്പോഴാണ് അകത്തേക്ക് പോയ ആൾ പുറത്തേക്ക് വരുന്നത്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആ മുഖം മൊത്തം ചുംബിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സേതും ഒരു ചിരിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് ആ ചെറിയ ഹാളിലെ കസേരയിലിരുന്നു. എന്നാൽ അജു വാതിൽക്ക് തന്നെ നിന്ന് നന്ദുവിനെയും അമ്മയെയും തുറിച്ചു നോക്കുമായിരുന്നു. ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. നന്ദുവിനെ അവരിൽ നിന്നും മടത്തി മാറ്റിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് അവർ പറഞ്ഞു. കുടിക്കാനൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. വയലിൽ ഒരു തുള്ളി സ്ഥലമല്ല. എന്നാലും ഒരു ഗ്ലാസ് വെള്ളം കലക്കിയത് കുടിക്കാലോ. ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നവരാണ്, അതും മക്കളുടെ ബന്ധു വീട്ടുകാർ. ഒന്നും കൊടുക്കാതെ എങ്ങനെ അവരെ പറഞ്ഞയക്കും? വേണ്ട, എനിക്ക് മധുരം പറ്റില്ല. പിന്നെ അജുവാണെങ്കിൽ പുറത്തുനിന്ന് ഒന്നും കഴിക്കും കുടിക്കൂല. വെറുതെ എന്തിനാ? വീണ്ടും സേതുമ്മ പറഞ്ഞതും അവർ തലകുലുക്കി. അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം അടുക്കളയിലേക്ക് നടന്നു. നന്ദുവിൻ്റെ കൈകൾ അപ്പോഴും വിട്ടിരുന്നില്ല അവർ. അത് തന്നെ നോക്കി നിന്ന് അജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനെ നോക്കിയില്ലല്ലോ, അവനെ വിളിച്ചില്ലല്ലോ, അവൻ്റെ കൈ പിടിച്ചില്ലല്ലോ. എൻ്റെ നന്ദിയല്ലേ എൻ്റെ? അവൻ്റെ ഹൃദയം മലമുറയിട്ടു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നന്ദുവും അമ്മയും വന്നത്. അമ്മയും മകളും അവളുടെ ലോകത്തായിരുന്നു. പോയ പോലെ കരഞ്ഞിട്ടല്ല വരവൊന്ന് സേതുമ്മ നോക്കി. ആ അമ്മയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. സേതുമുഖം അത് മതി. അജുവേട്ടൻ എവിടെ? സേതുമ്മ മാത്രമാണ് ഹാളിലെന്ന് കാണുന്നത്. നന്ദുവിൻ്റെ കണ്ണെന്ന് കുറുക്കി. അവൻ കാറിൽ കയറി. സേതുമ്മ പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് നോക്കി. ശരിയാണ്, കാറിലിരിക്കുന്നുണ്ട്. യാത്രയൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കരയല്ലേ അമ്മേ, സന്തോഷമായിട്ട് ഇരിക്ക്, ഞാൻ ഹാപ്പിയാണ്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓടി വരാട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുഖം മുഴുവൻ ചുംബിച്ചു. കാറിൽ നിന്ന് അജുവിൻ്റെ കണ്ണുകൾ അവരിൽ മാത്രമായിരുന്നു. ആ ചിത്രം തന്നെ 1000 തവണ മനസ്സിൽ നിറച്ചുകൊണ്ട്. എല്ലാം കഴിഞ്ഞ് നന്ദു കാറിൽ കയറിയപ്പോൾ അജു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ശേഷം അവളിൽ നിന്ന് നീങ്ങിയിരുന്ന് പുറത്തേക്ക് നോക്കി. കാറ് കുറച്ചധികം മുന്നോട്ട് പോയതും നന്ദു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അജുവിനെ നോക്കി. ഡോറിനോട് ചേർന്നിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. നന്ദു അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവനോട് ചേർന്നിരുന്നു. എവിടെ? അവൻ നോക്കിയത് പോലില്ല. നന്ദുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം തിരിക്കാൻ നോക്കിയിട്ട് പോലും അവൻ അവളെ നോക്കിയില്ല. ഇതിപ്പോ എന്തു പറ്റി? അവൾ സ്വയം ചോദിച്ചു. എന്തോ. പിന്നെ അവനെ വിളിക്കാൻ പോയില്ല. പക്ഷേ ആ നെഞ്ചിൽ നിന്ന് മാറിയില്ല. അവിടെ മുഖം അമർത്തിയിരുന്നു, ചുണ്ടിലൊരു ചിരിയോട്. പക്ഷേ അവനതൊന്നും അറിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴും എൻ്റെ നന്ദിയല്ലേ എന്നുള്ളിൽ നിന്ന് ആരോ അവനോട് പറയുന്നുണ്ടായിരുന്നു.